ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സിമ്പിൾ സൈഡ് ഡിഷാണ് കാണിക്കാൻ പോണത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം കുറച്ച് പൊട്ടറ്റോ, അതായത് ഒരു 3 ഉണ്ട്. ഒരു തൂക്കം നോക്കണമെങ്കിൽ ഒരു 250 ഗ്രാം ഉണ്ടാവും. അതും കുറച്ച് പട്ടാണ, അത് പച്ചപ്പട്ടാണിന് ഗ്രീൻ പീസ്, അത് ഇങ്ങനെ 2 ഹാൻഡ്ഫുൾ ഉണ്ട്. ഇത് ശരിക്കും ഇക്കൊല്ലത്തെയല്ല, ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് ഫ്രീസറിൽ. അത് കേടാവാണ്ട് സൂക്ഷിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി ബാക്കി നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഞാനൊരു ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടുക ആദ്യം. ഒരു 1/4 ടീസ്പൂൺ ഇട്ടാൽ മതി. അത് പൊട്ടണുണ്ട്. പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ വേറെ കുറച്ചും കൂടി ഉണ്ടായി, ഞാൻ മറന്നു കൂടി. ഒരു പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഉലുവയല്ല, ഉഴുന്ന പരിപ്പ് ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ അത്ര സെയിം ഇത് 1/4 ടീസ്പൂൺ തന്നെ പെരുംജീരകം ഇട്ടിട്ടുണ്ട്. ഇത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസിന് സവാള ഇടുക, ചെറുതായി കട്ട് ചെയ്തതിന്. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി, അത് ചെറുതായി കട്ട് ചെയ്തതെങ്കിൽ ഇഞ്ചി ഒരു സ്പൂൺ ഉണ്ടായിരിക്കും. പിന്നെ അത്ര തന്നെ വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് 1 സ്പൂൺ അതിടുക. പിന്നെ അതിൽ ചുവന്ന മുളകൊന്നും ഇടില്ല, പച്ചമുളക് ഇടുള്ളൂ. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളത് ഇടേണ്ട വരും. അപ്പോൾ ഇതൊന്ന് വാടണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഇടാം. ടൊമാറ്റോ ഇടാം, വേപ്പില, അതുപോലെ തന്നെ പച്ചമുളക് ഇതിൽ ഞാനൊരു 4 ഇട്ടുള്ളത്. ഭയങ്കര എരിവുള്ളത് അതുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. 4 ചെറുതാണ്. പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ഇതൊന്ന് വാടണം. ഈ കാന്തിയൊന്നും മൊരിയാൻ പാടില്ല കേട്ടോ, ഇതൊന്ന് വെന്താൽ മതി. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല മസാല കറി. ഇതൊന്ന് വാടുമ്പോൾ നമുക്ക് ഈ കടലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് കടലമാവാണ്, 1 സ്പൂണുണ്ട്. അതിൻ്റെ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടിട്ടൊന്ന് ചൂടാക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ കുറച്ച് ഒഴിച്ചിട്ട് വേവിക്കാം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിക്കണം, കാരണം ഇതിൽ ചാറ് കുറച്ച് വേണ്ടി വരും, കുറച്ച് ഗ്രേവി വേണ്ടി വരും. അപ്പോൾ മറ്റേ വെള്ളം ഉപയോഗിക്കാം. ഇതൊന്ന് കിടന്ന് വേവണത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിന് ശേഷമാണ് മറ്റേത് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചതിടുള്ളൂ. ഇതിൽ വെള്ളം വറ്റണം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വേവിച്ച് വെച്ചതിടാം. പൊട്ടറ്റോയും ഗ്രീൻ പീസും. മിക്സ് ചെയ്ത് ഒന്നും കൂടി ഒന്ന് തിളയ്ക്കേണ്ട വരും. പിന്നെ ഗ്രേവി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കുറയ്ക്കുക ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ ഞാനൊരു 2 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത്. അത് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ പക്ഷേ സൺഫ്ലവറിൽ ഉണ്ടാക്കിയതിന്ന്. ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ
കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ഉണ്ടാക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ വേവിച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ചും കൂടി വേണം. അതുപോലെ തന്നെ എരിവ് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഒന്ന് തിളക്കിയിട്ടായിരുന്നു. അപ്പം നോക്കാം നമുക്ക് എന്തായിന്ന്. അപ്പോൾ ഒരുവിധം കുറുകിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി ഇത് ഒന്ന് ചൂടാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ആവും. ഇത് കുറച്ചും കൂടിയും കട്ടിയാവും. ഇത്ര മതി. ഇതിൻ്റെ മേലെ നമുക്ക് പിന്നെ ഒരു ഗരം മസാല ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ ബാക്കി ഒക്കെ. വേപ്പല ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിത്തൈ ഒരു 2 സ്പൂണുണ്ട്, അതിടാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് പൂരിയിലേക്ക്, ചപ്പാത്തിയിലേക്ക്, പൊറോട്ടയിലേക്ക്, ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തിലേക്ക് വേണമെങ്കിലും കൂട്ടാം. നല്ല ടേസ്റ്റുള്ളൊരു കറിന്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.